നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾക്ക് ഈ സ്ത്രീധനൊക്കെ മേടിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ദുരാചാരം അവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ദുരാചാരം വരുന്നുണ്ട്. കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ ഈ പെൺവീട്ടുകാര് ചെക്കന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അടുക്കള കാണുന്ന ഒരു രീതിയുണ്ട്. അത് കേരളത്തിൽ പല സ്ഥലങ്ങളിലുമുണ്ട്. എല്ലാ ജില്ലകളിലും ഉണ്ടോ എന്നറിയില്ല. കേരളത്തിൽ പല ജില്ലകളിലും ഉണ്ട്. ചെല്ലുമ്പോൾ എന്തൊക്കെ വേണം? ഗിഫ്റ്റുകൾ വേണം. ഫ്രിഡ്ജ് വേണം, അലമാര വേണം, TV വേണം, പിന്നെ മറ്റെന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടോ അതൊക്കെ കൊണ്ടു കൊടുക്കണം. സ്ത്രീധനത്തിന് കൊടുത്ത കാറും സ്വർണവും പൈസയും ഒക്കെ കൂടാതെയാണ്. പക്ഷേ ചെറുക്കൻ വീട്ടുകാര് പെണ്ണിന്റെ വീട്ടിൽ വന്ന് അടുക്കള കാണാൻ വരുന്ന ചടങ്ങ് എന്താണോ ഇല്ലാത്തത്. രണ്ടാമതോ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെൺകുട്ടി ഗർഭിണിയാകും. ഗർഭിണിയായി കഴിഞ്ഞാലോ വയറ് കാണാൻ ചെല്ലുക എന്ന ചടങ്ങുണ്ട്. അവിടെ പോയിട്ട് ആരും വയറ് നോക്കാൻ പോകുന്നില്ല. പക്ഷെ പോകുമ്പോൾ ഗിഫ്റ്റ് കൊണ്ട് ചെല്ലണം. അത് അലമാരയാകാം, ഫ്രിഡ്ജാകാം, TV ആകാം, ബൈക്കോ കാറോ സ്കൂട്ടറോ എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ ഗിഫ്റ്റ് വേണം. എന്തിനാ ഗിഫ്റ്റ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് വല്ല ഓട്ട മത്സരത്തിന് പോയിട്ട് മാരത്തോൺ ഓടി ചെക്കന് വന്ന് നിൽക്കുകയാണോ ചെക്കന് കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്? അതെ സുഹൃത്തുക്കളെ, കല്യാണം കഴിച്ചാൽ നിങ്ങൾ ആണാണെങ്കിൽ ഭാര്യ ഗർഭിണിയാകും. അതിന്റെ പേരിൽ ഗിഫ്റ്റ് മേടിക്കുന്ന സമ്പ്രദായം ഒരുപക്ഷെ കേരളത്തിൽ, ഈ ലോകത്തിൽ തന്നെ കേരളത്തിൽ മാത്രമേ ഉണ്ടാകൂ എന്ന് തോന്നുന്നു. ഇനിയും കഴിഞ്ഞില്ല കേട്ടോ. വിടരുത്. വയറ് കാണാൻ വന്നതുകൊണ്ട് മാത്രം പെണ്ണിന്റെ വീട്ടുകാരെ വിടരുത്. ഇതെന്ത് ചെയ്യണം? ആദ്യത്തെ പ്രസവം അത് ആര് നോക്കണം? പെൺവീട്ടുകാര്. ഈ ചടങ്ങും കേരളത്തിൽ പല ജില്ലകളിലുമുണ്ട്. ആദ്യത്തെ പ്രസവം പെൺവീട്ടുകാരും നോക്കണം. അതിന്റെ ചെലവ് മുഴുവൻ അവർ തന്നെ എടുക്കണം. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്കൊരു പെണ്ണ് വേണം, കല്യാണം കഴിച്ചാൽ ആ പെണ്ണ് ഗർഭിണിയാണ്, അതിന്റെ ചെലവ് കൂടി പെൺവീട്ടുകാർ വഹിക്കുക എന്ന് പറയുന്നത് അറിയില്ല. അത് കഴിഞ്ഞാൽ തീർന്നു എന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഇനി പെൺകുട്ടി പ്രസവിക്കും, കുട്ടി ഉണ്ടാകും. ആ കുട്ടിയുടെ നൂലുകെട്ട്, പേരുവിളി, അതുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങിന്റെയും ചെലവുകൾ അതും ഈ പെൺവീട്ടുകാർ തന്നെ ചെയ്യണം. വിവാഹത്തിന്റെ സ്ത്രീധനം കൊടുക്കുന്നത് മുതൽ ആ ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്നത് വരെ അവരെ പിഴിഞ്ഞുകൊണ്ട് ഊറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു ദുരാചാര സംസ്കാരം. അതൊരു പക്ഷേ ഈ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഏറ്റവും കൂടുതൽ സാക്ഷരതയിൽ മുന്നോട്ട് നിൽക്കുന്ന നമ്പർ 1 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അഭിമാനം കൊള്ളുന്ന ഈ കേരളത്തിൽ മാത്രമായിരിക്കും ഈ ലോകത്തിൽ ഇത്തരം മനോഹരമായ ആചാരങ്ങൾ ഉള്ളത്. ഇതൊക്കെ കുറയും എന്നാണ് ധരിച്ചു വെച്ചത്. പക്ഷേ ഇവയെല്ലാം കൂടുകയാണ്. ഓരോ വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പെൺവീട്ടുകാരെ വിടരുത്. എവിടെയൊക്കെ പിഴിയാമോ പിഴിഞ്ഞ് ഊറ്റി ജീവിക്കുക.